ഓം ശ്രീരാമചന്ദ്രായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 17-ാം സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. രാവണനോട് ഇപ്രകാരത്തില് പരുഷം പറഞ്ഞതിന് ശേഷം ക്ഷണനേരം കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് ആ രാവണാനുജൻ എത്തിച്ചേർന്നു. തമ്മേരുശിഖരാകാരം ദിത്താമിവശതഹൃതാം. മേരുശിഖരാകാരനായിരിക്കുന്നവൻ മിന്നൽ പിണർ പോലെ വാനിൽ നിൽക്കുന്നത് മഞ്ഞിൽ നിൽക്കുന്ന ദദൃശു സർവവാനരാഹ. മഞ്ഞിൽ നിൽക്കുന്ന മർക്കടന്മാരെല്ലാം കണ്ടു. തമാത്മവഞ്ചമം ദൃഷ്ട്വാ സുഗ്രീവോ വാനരാധിപാം. വാനരാധിപനായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന ദുർദർശനായിരിക്കുന്ന സുഗ്രീവൻ നാൽവരോടൊത്ത് അവനെ കണ്ട് വാനരന്മാരോടൊത്ത് ചിന്തിച്ചു. മുഹൂർത്ത നേരം ആലോചിച്ചതിന് ശേഷം അതിമൽ പ്രമുഖരായിരിക്കുന്ന വാനരന്മാരോടെല്ലാമായിട്ട് ഉത്തമമായിരിക്കുന്ന വചനം പറഞ്ഞു. സർവായുധങ്ങളും ധരിച്ച ഈ രാക്ഷസൻ 4 രാക്ഷസന്മാരോട് കൂടിയിട്ട് നമ്മെ വധിക്കാനായിട്ട് വരുന്നു. സംശയമില്ല, നിങ്ങൾ നോക്കുക. സുഗ്രീവസ്യ വചശ്രുത്വാ സർവേ ദേവാനരോത്തമാഹ. സുഗ്രീവന്റെ വാക്ക് കേട്ട് വാനരവീരന്മാരെല്ലാം മരങ്ങളും മലകളും എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു: ഈ ദുരാത്മാക്കളെ വധിക്കാൻ ഞങ്ങൾക്ക് വേഗം രാജാവെ അങ്ങ് ആജ്ഞ നൽകിയാൽ അല്പതേജസ്സുകളായിരിക്കുന്ന ഇവർ കൊല്ലപ്പെട്ടിട്ട് നിലത്ത് വീഴട്ടെ. അന്യോന്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിഭീഷണൻ വടക്കേ തീരത്തെത്തി വ്യോമത്തിൽ തന്നെ നിലകൊണ്ട്. മഹാപ്രാജ്ഞനും മഹാനുമായിരിക്കുന്ന വിഭീഷണൻ സുഗ്രീവനെയും സർവവാനര യൂഥപന്മാരെയും കണ്ട് അത്യുച്ചത്തിൽ ഇങ്ങനെ അറിയിച്ചു: രാവണോ നാമ ദുർവൃത്തോ രാക്ഷസോ രാക്ഷസേശ്വര സസ്യാഗമനുജോ ഭ്രാത വിഭീഷണ ഇതി ശ്രുത. രാക്ഷസേശ്വരനും ദുർവൃത്തനുമായ രാവണൻ എന്ന ഒരു രാക്ഷസനുണ്ട്. ഞാനാകട്ടെ അവന്റെ അനുജനും വിഭീഷണൻ എന്ന പേരുള്ളവനുമാണ്. അവൻ ജനസ്ഥാനത്ത് നിന്ന് ജടായുവിനെ വധിച്ച് സീതയെ അപഹരിച്ചു. ദുഃഖിതയും ദീനയുമായിരിക്കുന്ന അവളെ രാക്ഷസന്മാരാൽ സുരക്ഷിതമായി ബന്ധനത്തിലാക്കിയിരിക്കുന്നു. രാമന് തന്നെ തിരിച്ചു കൊടുക്കാൻ സീതയെ രാമന് തന്നെ തിരിച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ അവനോട് യുക്തിയുക്തങ്ങളായിരിക്കുന്ന വിവിധ വചനങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി. എന്നാൽ ഞാൻ പറഞ്ഞ വാക്കുകളെ ഒന്നും, പഥ്യവാക്കുകളെ ഒന്നും മരണമടുത്തവൻ മരുന്നുന്നത് പോലെ കാലചോദിതനായിരിക്കുന്ന രാവണൻ കൈക്കൊണ്ടില്ല. അവൻ പരുഷം പറഞ്ഞ ദാസനെ പോലെ എന്നെ അപമാനിച്ചതിനാല് ഞാൻ ഭാര്യാപുത്രന്മാരെ ത്യജിച്ച് രാമനെ ശരണം പ്രാപിക്കുന്നു. രാഘവം ശരണം ഗത. സർവലോകശരണ്യായ രാഘവായ മഹാത്മനെ നിവേദേത മാം ക്ഷിപ്രം വിഭീഷണം ഉപസ്ഥിതം. സർവലോകശരണ്യനും മഹാത്മാവുമായിരിക്കുന്ന രാമനെ ഞാൻ വന്നിരിക്കുന്നു, വിഭീഷണൻ വന്നിരിക്കുന്നു എന്ന് വേഗം ചെന്ന് ഉണർത്തിക്കുക. സുഗ്രീവൻ ഈ വചനം കേട്ട് സംഭ്രമത്തോടെ സൗമിത്രിയുടെ മുമ്പിൽ വെച്ച് രാമനോട് ചെന്ന് പറഞ്ഞു: രാവണന്റെ ഇളയ സഹോദരനും വിഭീഷണൻ എന്നു പേരുള്ളവനുമായിരിക്കുന്ന ആള് 4 രാക്ഷസന്മാരോടൊത്ത് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് വാനരന്മാരുടെയും മറ്റുള്ളവരുടെയും മന്ത്രം, വ്യൂഹം, നയം, ചാരൻ എന്നിവയില് വ്യക്തശ്രദ്ധനായിരിക്കണം. ശുഭം ഭവിക്കട്ടെ. കാമരൂപികളായിരിക്കുന്ന ഈ രാക്ഷസന്മാര് ഒളിഞ്ഞ് സഞ്ചരിക്കുന്നവരും ശൂരന്മാരും കപടന്മാരുമാണ്. ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത്. രാക്ഷസേന്ദ്രനായിരിക്കുന്ന രാവണന്റെ ചാരനായിരിക്കാം ഒരുപക്ഷെ ഇവൻ. നമ്മുടെ ഇടയിൽ കടന്നുകൂടിയാൽ ഭിന്നതയുണ്ടാക്കും, സംശയമൊന്നുമില്ല. അതിലെങ്കില് ബുദ്ധിമാനായിരിക്കുന്ന ഇവൻ പഴുതു നേടി കടന്നുകൂടിയാൽ വിശ്വസ്തനാകുമ്പോൾ തരം കിട്ടിയാൽ ഉപദ്രവിക്കുകയും ചെയ്തേക്കാം. മിത്രങ്ങളുടെയോ വനവാസികളുടെയോ ബന്ധുക്കളുടെയോ വൃദ്ധന്മാരുടെയോ ബലം സ്വീകരിക്കാം, ശത്രുക്കളുടെ ബലം സ്വീകരിക്കരുത്. പ്രകൃത്യാ രാക്ഷസേന്ദ്രസ്യ ഭ്രാതാ മിത്രസ്യതേ പ്രഭോ. ഇവൻ പ്രകൃതി അങ്ങയുടെ ശത്രുവായിരിക്കുന്ന രാക്ഷസേന്ദ്രന്റെ സോദരനും ശത്രുപക്ഷത്തിൽ നിന്ന് വന്നവനുമാണ്. ഇവനെ എങ്ങനെയാണ് വിശ്വസിക്കുക? രാവണൻ പറഞ്ഞയച്ചിട്ട് വന്നവനാണ് ഈ വിഭീഷണൻ എന്ന് മനസ്സിലാക്കിയാലും ഹിതസത്തവ, ഇവനെ കൊല്ലുന്നതാണ് ഹിതമെന്ന് ഞാൻ കരുതുന്നു. ഈ രാക്ഷസൻ സന്ദേശവും കൊണ്ട് ചതിക്കാൻ നിയോഗിക്കപ്പെട്ട് വന്നിരിക്കുകയാണ്. വിശ്വസ്തനായ അങ്ങയെ മായ കൊണ്ട് ഒളിച്ചിരുന്ന് പ്രഹരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവൻ.
നിപുണനായിരിക്കുന്ന ശത്രു നിഗൂഢമായിട്ട് ശത്രു സൈന്യത്തിനിടയിൽ കടന്ന് മൂങ്ങ കാക്കകളെ എന്നതുപോലെ തക്കം നോക്കി വധിക്കും. സത്യതാമേഷതണ്ടേണ തീവ്രേണ സജീവൈ സഹ. അതുകൊണ്ട് ഇവനെ അമാത്യന്മാരോടൊപ്പം തീവ്രമായ ദണ്ഡം കൊണ്ട് കൊല്ലേണ്ടതാണ്. നിശംസനായിരിക്കുന്ന രാവണന്റെ സഹോദരൻ വിഭീഷണനാണ് ഇവൻ. ഏവമുക്തം രാമം സംരക്തോ വാഹിനീപതി. വാക്യകുശലനായിരിക്കുന്ന രാമനോട് വാക്യത്തിനും വാഹിനീശ്വരനുമായിരിക്കുന്ന സുഗ്രീവൻ കോപത്തോടെ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം മൗനത്തില് നിലകൊണ്ടു. യശസ്വിയായിരിക്കുന്ന രാമനാകട്ടെ സുഗ്രീവന്റെ വാക്യം കേട്ടിട്ട് സമീപം നിന്നിരുന്ന ഹനുമാൻ മുതലായിരിക്കുന്ന പ്രമുഖ വാനരന്മാരോട് ഇങ്ങനെ പറഞ്ഞു. രാവണന്റെ അനുജനെ പറ്റി കപിരാജനം പറഞ്ഞ യുക്തർത്ഥമായിരിക്കുന്ന വാക്കുകള് നിങ്ങളും കേട്ടല്ലോ. ശാശ്വതമായിരിക്കുന്ന ശ്രേയസ് ആഗ്രഹിക്കുന്ന ബുദ്ധിമാനും സമർത്ഥനുമായിരിക്കുന്ന സുഹൃത്ത് ആപത്ത് വരുമ്പോൾ ഉപദേശം നൽകേണ്ടതാണ്. ഇപ്രകാരം പറഞ്ഞപ്പോൾ ഹിതകാമികളായിരിക്കുന്ന അവര് മടികൂടാതെ താന്താങ്ങളുടെ അഭിപ്രായങ്ങള് ഉപചാരപൂർവം രാമനോട് പറഞ്ഞു. അല്ലയോ രാഘവ, 3 ലോകങ്ങളിലും അങ്ങേക്ക് അജ്ഞാതമായിട്ടൊന്നും തന്നെ ഇല്ല. സൗഹൃദം വെളിപ്പെടുത്താനായിട്ട് അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുക. അങ്ങ് സത്യവ്രതനും ശൂരനും ധാർമ്മികനും ദൃഢവിക്രമനും പരീക്ഷിച്ച് പ്രവർത്തിക്കുന്നവരും സ്മൃതിവാനും സുഹൃജന വംശവതനുമാണ്. അതുകൊണ്ട് ബുദ്ധിമാന്മാരും സമർത്ഥന്മാരുമായിരിക്കുന്ന അങ്ങയുടെ സജീവന്മാര് ഓരോരുത്തരായിട്ട് യുക്തിയുക്തം വീണ്ടും വീണ്ടും പറയട്ടെ. ഇങ്ങനെ ചൊല്ലിയപ്പോൾ ബുദ്ധിമാനും വാനരനുമായിരിക്കുന്ന അങ്കദൻ വിഭീഷണ പരീക്ഷയ്ക്കായിട്ട് രാഘവനോട് ഇങ്ങനെ പറഞ്ഞു. ശത്രുവിന്റെ സമീപത്തു നിന്ന് വന്നവൻ സർവദാ സംശയിക്കപ്പെടേണ്ടതാണ്. വിഭീഷണൻ പെട്ടെന്ന് വിശ്വസിക്കാവുന്നവനല്ല. ചാതകത്വാത്മഭാവം ഹി ചരന്തി ശംബുദ്ധയ. കുടലബുദ്ധികള് അന്തർഗതം പുറത്തു കാണിക്കാതെ നടക്കും. എന്നാലോ പഴുതു നോക്കി പ്രഹരിക്കുകയും ചെയ്യും. അത് വലിയ അനർത്ഥമായിട്ട് തീരും. അർത്ഥാനർത്ഥങ്ങൾ നിശ്ചയിച്ചിട്ട് വേണം കാര്യത്തില് തീരുമാനമെടുക്കാനായിട്ട്. ഗുണം കണ്ടാല് സ്വീകരിക്കണം, ദോഷം കണ്ടാലോ വിസർജയൽ, അത് ത്യജിക്കുകയും വേണം. ഇവനില് വലിയ ദോഷമുണ്ടെങ്കിൽ നിസ്സംശയം ത്യജിക്കാം. അനേകം ഗുണങ്ങൾ കണ്ടാലോ സ്വീകരിക്കുകയും ചെയ്യാം. ശരഭൻ ആലോചിച്ച് നിശ്ചയിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അല്ലയോ രാമ, ഇവന്റെ അടുത്തേക്ക് ഒരു ചാരനെ വേഗം പറഞ്ഞയക്കണം. സൂക്ഷ്മബുദ്ധിയായിരിക്കുന്ന ചാരൻ ശരിയായ വിധത്തില് പരീക്ഷിച്ചതിന് ശേഷം യഥാന്യായം സ്വീകരിക്കുകയും ചെയ്യാം. വിചക്ഷണനായിരിക്കുന്ന ജാമ്പവാൻ ശാസ്ത്രബുദ്ധിയാൽ ആലോചിച്ചുകൊണ്ട് ഗുണകരമായിരിക്കുന്ന വാക്യത്തെ അറിയിച്ചു. ബദ്ധവൈരിയും പാപിയുമായിരിക്കുന്ന രാക്ഷസേന്ദ്രനിൽ നിന്ന് അദേശകാലത്ത് വന്നെത്തിയ വിഭീഷണൻ സർവദാ സംശയിക്കപ്പെടണം. പിന്നെ മൈന്ദൻ ഇപ്രകാരത്തിൽ പറഞ്ഞു. രാവണൻ പറഞ്ഞതെല്ലാം മധുരമായ ഒരാൾ വഴി വിഭീഷണനോട് ചോദിച്ചറിയണം. അവന്റെ മനസ്സ് ശരിയായിട്ടറിഞ്ഞ് ദുഷ്ടനാണോ ശിഷ്ടനാണോ എന്ന് നിശ്ചയിച്ചിട്ട് ബുദ്ധിപൂർവം വേണ്ടത് ചെയ്യണം. പിന്നീട് സാക്ഷാൽ ഹനുമാൻ അർത്ഥവത്തായിട്ട് ചുരുക്കമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ബുദ്ധിമാനും നിപുണനും വാഗ്മിയുമായിരിക്കുന്ന അങ്ങയെ കവച്ചു വയ്ക്കാനായി വാചാളനായിരിക്കുന്ന ബൃഹസ്പതിക്ക് പോലും കഴിയില്ല. വഴക്കു സ്പർദ്ധയും വമ്പും വാഞ്ചയും മൂലം പറയുന്നതല്ല, കാര്യഗൗരവം മൂലം പരമാർത്ഥം പറയുകയാണ്. അർത്ഥാനർത്ഥങ്ങൾ പരീക്ഷിക്കാൻ അങ്ങയുടെ സജീവന്മാർ പറഞ്ഞല്ലോ. അതിൽ ഞാൻ ദോഷം കാണുന്നു. ആ വിധം പ്രവർത്തിക്കാൻ സാധ്യമല്ല. നിയോഗിക്കപ്പെടാതെ സാമർഥ്യമറിയാനായിട്ട് എളുപ്പമല്ല. പെട്ടെന്ന് നിയോഗിക്കുന്നതും തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. ചാരനെ നിയോഗിക്കുന്നത് നല്ലതാണെന്ന് അങ്ങയുടെ മന്ത്രിമാര് പറഞ്ഞല്ലോ. കാര്യപ്രാപ്തിക്ക് ഉപകരിക്കാത്തതിനാല് അതൊരു ഉപായമല്ല. ഈ വിഭീഷണൻ അദേശകാലത്ത് വന്നവനാണ് എന്നതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. അങ്ങത് ശ്രദ്ധിക്കണം. ഉചിതമായിരിക്കുന്ന ദേശവും കാലവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളിൽ നിന്ന് മറ്റൊരാളെയും ഗുണദോഷങ്ങളെയും വേർതിരിച്ചറിഞ്ഞ രാവണനിൽ ദുഷ്ടതയും അങ്ങയിൽ വിക്രമവും കണ്ട് അവന്റെ ബുദ്ധിക്ക് സദൃശമായി അവനിവിടെ വന്നത് യുക്തമാണ്. അജ്ഞാതരൂപൈ പുരുഷൈ സ രാജൻ പൃച്ഛതാമിതി. അജ്ഞാതരായിരിക്കുന്ന ആളുകളെ കൊണ്ട് ചോദിപ്പിച്ചു നോക്കാമെന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ശരിയായ ഒരു വിചാരമുണ്ട് രാജൻ.
ചോദിച്ചാല് ബുദ്ധിമാനും പെട്ടെന്ന് സംശയിക്കും. വിശ്വാസത്തോടെ വന്ന മിത്രവും പാഴ്ചോദ്യം കൊണ്ട് ദുഷിച്ച് പോകും. ആന്തര സ്വഭാവം വാക്കുകൊണ്ട് മറയ്ക്കുന്ന അവരുടെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാക്കുവാന് അതീവ നിപുണനായിരിക്കുന്ന ഒരാൾക്ക് പോലും എളുപ്പമല്ല. എന്നാൽ ഇവന്റെ സംസാരത്തിൽ ഒരിക്കലും ദുഷ്ടത കാണപ്പെടുന്നില്ല. പ്രസന്നം വദനം ജാപി തസ്മാന്മേ നാസ്തി സംശയ. വദനം പ്രസന്നവുമാണ്, അതുകൊണ്ട് എനിക്ക് സംശയമൊന്നും തോന്നുന്നില്ല. സംശയമില്ലാതെ സ്വസ്ഥനായിട്ട് ഒരിക്കലും ഷഠൻ സമീപത്ത് വരികയില്ല. ഇവന്റെ വാക്കിൽ ദുഷ്ടതയില്ല, അതിനാൽ എനിക്ക് സംശയവുമില്ല. ആകാരം മൂടിവെച്ചാലും വികാരം മൂടിവെക്കാനായിട്ട് സാധ്യമാവില്ല. മനുഷ്യരുടെ അന്തർഗതത്തെ അത് ബലമായിട്ട് തുറന്നു കാണിക്കും. ദേശകാലോപപന്നം ച കാര്യം കാര്യവിധാംബര. അതുകൊണ്ട് കാര്യജ്ഞസത്തമാ ദേശവും കാലവും അനുഷ്ഠാനവും അനുയോജ്യമായി കഴിഞ്ഞാൽ കാര്യം വേഗം സഫലമായിട്ട് തീരും. അങ്ങയുടെ പെട്ടെന്നുള്ള പ്രയത്നവും രാവണന്റെ നിരർത്ഥകമായിരിക്കുന്ന പ്രവൃത്തിയും കാണുകയാലും ബാലിയുടെ വധവും സുഗ്രീവന്റെ അഭിഷേകവും കേൾക്കയാലും നാട് നേടുന്നതിന് ബുദ്ധിപൂർവം ഇവിടെ വന്നതാണ്. ഇതെല്ലാം മുൻനിർത്തി ഇവനെ സ്വീകരിക്കുന്നത് യുക്തമാണ്. അസുരന്റെ ആർജവത്തെക്കുറിച്ച് യഥാശക്തി ഞാൻ പറഞ്ഞു. അല്ലയോ വിശിഷ്ടബുദ്ധിയെ രാമ, ഇത് കേട്ട് മേൽ വേണ്ടതിന് അങ്ങ് പ്രവർത്തിച്ചാലും. ആർജവത്തെ പറ്റിയിട്ട് അല്ലയോ രാമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി തീരുമാനമെടുക്കേണ്ടത് അങ്ങാണ്. ഇങ്ങനെ വിഭീഷണൻ രാമന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നതും അതിനെ പറ്റിയിട്ട് തൻ്റെ വാനരസേനയുമായിട്ട് ശ്രീരാമൻ ചർച്ച നടത്തുന്നതൊക്കെയാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാതാരവിന്ദാർപ്പണമസ്തു.